الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا سيد المرسلين صلى الله عليه وسلم. وبأيدينا قلت حيلتنا دركنا. ബഹുമാനികളെ, വനുസിയ സിയാബുഹു, മയ്യത്തിൻ്റെ മരണസമയത്തുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ഊരപ്പെടണം. വസുതിറ ബദനുഹു, ശരീരം ആസകലം ആളുകൾ കാണുന്നതിനെ തൊട്ട് മറക്കപ്പെടണം. മറക്കേണ്ട വസ്ത്രം ബി സൗബിൻ ഖഫീഫിൻ, വളരെ നേർമയായ വസ്ത്രം കൊണ്ടാണ് മറക്കപ്പെടേണ്ടത്. പരിക്കൻ, കട്ടി, ചൂട് കൂടുതലുള്ള അതൊന്നും വേണ്ട. വളരെ നേർമയായ വസ്ത്രം എപ്പോഴും ഒരക്കകത്ത് സജ്ജമാക്കി വെക്കണം. കഫംപട പിന്നെ ഏതായാലും കടയിൽ നിന്ന് കൊണ്ടുവരാൻ കിട്ടുമല്ലോ. ഇതെന്തായാലും നമ്മൾ പുരയിൽ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം, നേരത്തെ തന്നെ ഒരുക്കി വെക്കണം, നല്ലതാണ്. വഉദിഅല ബത്നിഹി ശൈഉൻ സഖീൽ, ഖനമുള്ള ഒരു ഭാരമുള്ള, ചെറിയ ഭാരമുള്ള ഒരു വസ്തു മയ്യത്തിൻ്റെ വയറ്റത്ത് വെക്കണം. അഖല്ലുഹു നഹ്വ 20 ദിർഹമ മിൻ ഹദീദിൻ, ഇരുമ്പിനാലുള്ള ഒരു ഭാരമുള്ള വസ്തുവാകാം, ഒരു 20 ദിർഹമോളം ഭാരമുള്ള. അല്ലെങ്കിൽ കളിമണ്ണ്, ഫത്തീനിൻ, കളിമണ്ണ് കൊണ്ടാവാം. ഫമാ തയസ്സറ മിൻ നഹ്വി ഹജറിൻ, കല്ല് പോലത്തതാവാം. വൽ ഔല, ഏറ്റവും നല്ലത് വെക്കേണ്ടത് വദൂഹു ഫൗഖ സൗബി, മൂടിയ വസ്ത്രത്തിൻ്റെ മേലെയാണ്. അങ്ങനെ മേലെപ്പാരും മക്കളെ കാണലില്ല. ആ മൂടിയ വസ്ത്രത്തിൻ്റെ താഴെയായിട്ട് പള്ളൻ്റെ മേലെയായിട്ട് വെക്കുക. മേലെ വെക്കുമ്പോൾ ഒരു ബോറല്ലേ കാണുമ്പോൾ, അപ്പം അതുകൊണ്ട് ഈ കാരം ഏത് അടിക്ക് വെക്കുക. പോയി തപ്പി നോക്കണം, ഇത് വെച്ചുകണോ നോക്കണം. വെച്ചിട്ടില്ലെങ്കിൽ അതറിയാത്തതുകൊണ്ടാണ്. വയറിങ്ങനെ പൊന്തുപോയി, മരിച്ചു കഴിഞ്ഞാൽ അവസ്ഥയൊക്കെ മാറില്ലേ. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വയറങ്ങനെ പൊന്തി 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 അങ്ങനെ വരും. അപ്പോൾ അതൊക്കെ രേഖപ്പെട്ട് കിടക്കുകയാണ്. വഉദിഅ അലാ നഹ്വി സരീരി, ഇത് ഭയങ്കര ഫിറ്റാ. വഉദിഅ അലാ നഹ്വി സരീരി, ഒരു ഉയർന്ന കട്ടില പോലെയുള്ള സ്ഥലത്ത് വെക്കുക, മയ്യത്തിനെ വെക്കുക. അഥവാ താഴെയല്ല കിടത്തേണ്ടത്, മയ്യത്തിനെ ഒരു ഇക്റാം ചെയ്യണം, ബഹുമാനിക്കണം. ഒരു ഉയരമുള്ള സ്ഥലത്താണ് മയ്യത്തിനെ വെക്കേണ്ടത്. നമ്മളൊക്കെ വീട്ടിൽ കട്ടിലിൽ വെച്ച് ചേർക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന പുതിയൊരു ബിദ്അത്തുണ്ട്. എന്താണത്? മരിച്ച മയ്യത്തിനെ നല്ല പായൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലെ നല്ലൊരു ഉഷാറുള്ള ഡബിൾ തുണിയൊക്കെ വിരിച്ച് അതിൻ്റെ മേലെ കടത്തലുള്ളത്, അത് വേണ്ട. ഒരു വെറും നാടൻ കട്ടിൽ. കാരണം ആൾ മരിച്ചല്ലോ, ഇനിയിപ്പോൾ നല്ല ബെഡ്ഷീറ്റും നല്ല മെത്തയൊന്നും വേണ്ട. അതൊക്കെ ഉയർന്ന തരം മെത്തയിലും ബെഡ്ഷീറ്റിലൊക്കെ കിടന്ന് ശീലമുള്ള നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ മക്കൾക്ക് തോന്നും, എങ്ങനെ ഇപ്പാനെ വെറുംപടിമ കിടത്തുക, എങ്ങനെ ഉമ്മാനെ വെറുംപടിമ കിടത്തുക, ആള് കണ്ടാൽ എന്താ മോശമല്ലേ. അങ്ങനെയാണ്. ഇപ്പം പുതിയ പുതിയ മയ്യത്തുകളൊക്കെ നോക്കോളൂ നിങ്ങൾ. ചെന്ന് നോക്കുമ്പോൾ കാണാം പായ ഉണ്ടാവും അല്ലേ, വിരിച്ചിട്ട് അതിൽ തുണിൻ്റെ മേലെ കിടക്കുക അല്ലേ. വേണ്ട. എങ്ങനെയാ പറഞ്ഞത്? ബില ഫിറാഷി, വിരിപ്പൊന്നുമില്ലാണ്ട് ഉറുങ്കട്ടിലുമ കറുത്ത്. ക്ലാസ് ഫലപ്പെടണമെങ്കിൽ അത് ചെയ്യണം. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ്, ഓക്കെ ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളെ ഒതുക്കുങ്ങളെ ഓക്കെ ഉസ്താദേ, ഇത്ര ഉസ്താദാ. മഹാനവറുകളെ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ആ വെറും പടിമണ്ട് ഇങ്ങനെ കിടക്കണ്. ആ ബോഡി വിരിപ്പില്ല, പായില്ല, അങ്ങനെ ആക്കണം. മുവജ്ജഹൻ ലിൽ ഖിബലത്തി, ഖിബിലയിലേക്ക് നേരിടിച്ചുകൊണ്ടാണ് കിടത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് നാളെ മയ്യത്തുമായി ബന്ധപ്പെട്ട കടങ്ങളെയും വസീയത്തുകളെയും കുളിപ്പിക്കേണ്ടയും കഫൻ ചെയ്യേണ്ടയും നിസ്കാരത്തിൻ്റെയൊക്കെ രൂപത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പസമയമുള്ള ഈ സംസാരം
റബ്ബിന്റെ പൊരുത്തത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. നീ ഏറ്റെടുത്തവരെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ അഹ്ലുകാരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രഭാത സമയത്ത് ഈ വന്നിരുന്ന് ചെയ്ത അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഓരോ കാലടയാളങ്ങളും നിന്റെ ജന്നാത്തുൻ നഈമിലേക്ക് അടുക്കാനുള്ള കാൽപാദങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ സ്വന്തം ഉപ്പമാര്, ഉമ്മമാര്, സഹോദര സഹോദരിമാര്, ഭാര്യമാര്, മക്കള് എല്ലാവർക്കും ഈ പള്ളിക്കാട്ടിൽ അന്തിയുറങ്ങുന്ന മുഴുവൻ മയ്യിത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഇന്നലെ നടന്ന ആക്സിഡന്റ് മരണത്തിൽ സുഖമില്ലാതെ കിടക്കുന്ന രോഗികളുണ്ട്, നീ അജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ട പൊന്നുമോനടക്കം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ആ കുട്ടി കാരണം മറ്റുള്ള മയ്യിത്തുകൾക്കും നീ വലിയ ഇളവുകൾ നൽകണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ റബ്ബെ, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ ദുഃഖിക്കുന്നതായ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അതിലേക്ക് തുടക്കം മുതൽ ഇന്ന് വരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവർ സഹായിച്ചതിൻ്റെ തത്തുല്യമായ പ്രതിഫലങ്ങളെ ഇരുലോകത്തും നീ നൽകണേ റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതിൻ്റെ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്ഘാടനത്തിൻ്റെ മുമ്പ് ഞങ്ങൾക്കാർക്കും തടിക്കോ മനസ്സിനോ ഒരു കേടുപാടുകളും നൽകല്ല അല്ലാഹ്. പൂർണ്ണതയിലേക്ക് എത്തി അതിൽ കൂടി നല്ല റാഹത്തോടു കൂടെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള വലിയ സൗഭാഗ്യം നീ നൽകണേ റഹ്മാൻ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടകരമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.